ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രൈ ആണിന്ന്. ചിക്കൻ ഫ്രൈ ആണ്. ബ്രോയിലർ ചിക്കൻ്റെ സോഫ്റ്റ് പീസസിൽ മസാല പുരട്ടി വറുത്തെടുക്കുന്ന നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. അപ്പോൾ ഉണ്ടാക്കാം. 1 കിലോ ചിക്കൻ ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കണം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി 4 ഇഞ്ച് പീസ് ഇഞ്ചി നുറുക്കിയത് ചേർക്കാം. നല്ലോണം ചൂടായിട്ട് മൂത്ത് തരട്ടെ. ഇനി ഒരു 10 വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചതും കൂടി ചേർത്ത് വഴറ്റാം. നല്ല സ്പൈസി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണേ. അധികം സ്പൈസസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നമ്മൾ ചേർക്കാൻ പോണ പൊടികളുടെ അളവ് കുറച്ച് കുറയ്ക്കാം. അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം. നല്ലോണം 1 കപ്പ് സബോള നുറുക്കിയതാണ്. 2 വലിയ സബോള എടുത്തിട്ടുണ്ട്. ഇത് വഴറ്റാം. ഒന്ന് വെന്ത് കിട്ടണം സബോള. ഒരേ കനത്തിലുള്ള കഷ്ണമാക്കാണ് കൂടുതൽ നല്ലത്. കളറ് ചെറുതായിട്ട് മാറിയിട്ട് സോഫ്റ്റായി വരണം. പാകത്തിന് വഴറ്റി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. ഇനി നല്ലോണം ഇളക്കി ചൂടാക്കണം. പൊടികളുടെ പച്ചമണം മാറി വരണം. ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡൊക്കെ ചൂടാവുമ്പോൾ തന്നെ മൂത്ത് വരും പൊടികൾ. ഈ ഒരു പ്ലേറ്റിൽ പരത്തി വയ്ക്കാം. ചൂടാറട്ടെ. മിക്സിയിലിടാൻ പാകത്തിന് ചൂടാറി കിട്ടണം. വഴറ്റി ചൂടാറിയ മിക്സ് അരച്ചെടുക്കാം. നല്ലോണം പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും മസാല വരുന്ന പോലെ മിക്സ് ചെയ്യണം. ഒരു മുറി നാരങ്ങ നീരും കൂടി ചേർക്കാം. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മസാല നല്ലോണം കഷ്ണങ്ങളിൽ പിടിക്കട്ടെ. ഇത്രയും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ നേരത്ത് വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചിക്കനിലൊക്കെ മസാല നല്ലോണം പിടിക്കുകയും ചെയ്യും. ആവശ്യമുള്ളപ്പോൾ വറുത്തെടുത്ത് ചൂടോടെ കഴിക്കുകയും ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കാനും പറ്റും. പാനിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കാം. ഇനി ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാം. മസാലയിൽ പൊതഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങൾ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് വേവാനുണ്ട്. അടച്ചു വെച്ച് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മസാല ഇങ്ങനെ എണ്ണയിൽ ചിക്കൻ ജ്യൂസസിൽ കിടക്കുമ്പോൾ എല്ലാ സ്പൈസസും കൂടി കഷ്ണങ്ങളിലേക്ക് അബ്സോർബ് ആയിക്കോളും. ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ വെള്ളം കൂടിയ പോലെ തോന്നും. പക്ഷെ കുറച്ച് നേരം കുക്കാവുമ്പോൾ എല്ലാം ചിക്കനിൽ പിടിച്ചോളും. മീഡിയം ഫ്ലെയിമിൽ തന്നെ പതുക്കെ കുക്കാവുന്നതാണ് ഈ ചിക്കൻ ഫ്രൈക്ക് കൂടുതൽ സ്വാദ് വരുത്തുന്നത്. ഇപ്പോൾ ജലാംശമൊക്കെ വറ്റി ചിക്കൻ പാകത്തിന് കുക്കായിട്ടുണ്ട്. നല്ല മണവും വന്നു. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, നാൻ, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ നല്ലതാണ്. മസാല പുരട്ടി ഫ്രൈ ചെയ്ത് ഡ്രൈ ആയതുകൊണ്ട് വെറുതെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് പൊതിഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ നല്ല അട്രാക്ഷനാണ്. നോൺ വെജ് ഇഷ്ടമുള്ള എല്ലാവർക്കും പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഫ്രൈ ആണിത്. ഇഷ്ടമായോ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. വേറൊരു വിഭവമായിട്ട് കാണും. താങ്ക് യു.